പ്രിയപ്പെട്ട കുട്ടികളെ, ജെഇമെയിൻ ഫസ്റ്റ് സെഷൻ എക്സാം ജനുവരി 27 മുതൽ ഫെബ്രുവരി 1 കൂടി നടക്കുകയാണ്. ഓൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷയ്ക്ക് പോകുന്ന പ്രൊസീജിയർ പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ആദ്യമായി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. jemain.nta.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 4 പേജുള്ള ഓൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതിന് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്? ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യണം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യണം, കോഴ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഒരു സെക്യൂരിറ്റി പിന്ന് കിട്ടും. ആ സെക്യൂരിറ്റി പിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് കാണാൻ പറ്റും. അഡ്മിറ്റ് കാർഡ് 4 പേജ് ഉണ്ടാവും. ഫസ്റ്റ് പേജാണ് ഈ കാണുന്നത്. ഇതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. കൂടാതെ പരീക്ഷയുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഏത് ഷിഫ്റ്റിലാണ്, ആ ഷിഫ്റ്റ് എത്ര മണി മുതൽ എത്ര മണി വരെയാണ്. അതേപോലെ തന്നെ ടെസ്റ്റ് സെൻറ്റർ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. ആ ടെസ്റ്റ് സെൻറ്റർ ഡീറ്റെയിൽസ് സിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, പേര് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ എപ്പോഴാണ് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എൻട്രി ഗേറ്റ് ആൻഡ് ക്ലോസിംഗ് ടൈം അറ്റ് സെൻറ്റർ എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് വളരെ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം: ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ ആൻഡ് ഷിഫ്റ്റ് ഓഫ് എക്സാമിനേഷൻ, ടൈം ഓഫ് എക്സാമിനേഷൻ ആൻഡ് ടൈം ഓഫ് ക്ലോസിംഗ് ദ ഗേറ്റ്. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അവിടെ ശ്രദ്ധ വേണ്ടത്, ഈ സെൻറ്റർ നിങ്ങൾക്ക് അറിയാത്തതാണ് എങ്കിൽ തലേന്ന് ഒന്ന് പോയി സെൻറ്ററൊക്കെ കണ്ട് വഴിയൊക്കെ മനസ്സിലാക്കി നമ്മുടെ ആ കൃത്യസമയത്ത് നമുക്ക് അവിടെ എത്തിച്ചേരാവുന്ന ഒരു രീതി ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ അഡ്മിറ്റ് കാർഡ് തയ്യാറാക്കുന്ന വിധമാണ് പറയുന്നത്. ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു അണ്ടർടേക്കിംഗ് ഉണ്ടാവും. അതിൽ 3 കോളം ഉണ്ടാവും. ആദ്യത്തെ കോളാണ് ഇത്, കാൻഡിഡേറ്റ്സ് ഫോട്ടോ. ഈ കാൻഡിഡേറ്റ്സ് ഫോട്ടോ എന്ന് പറയുന്ന കോളത്തിൽ നിങ്ങൾ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കണം. നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ ഇടത്തെ തള്ളവിരൽ ഒരു സീൽ പാഡിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് അത് ആ തമ്പ് ഇംപ്രഷൻ ഇവിടെ വെക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീൽ പാഡിൽ തമ്പ് മുക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡിൽ വെക്കരുത്. ആദ്യം ഒരു പേപ്പറിൽ വെച്ചതിന് ശേഷം അഡീഷണൽ ഇങ്കൊക്കെ പോയതിന് ശേഷം പിന്നീടായിരിക്കണം ഇവിടെ വെക്കണം. അപ്പോഴേ നല്ല ക്ലിയർ ആയിട്ടുള്ള നിങ്ങളെ തമ്പ് ഇംപ്രഷൻ കിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കാം. 3ാമത്തെ കോളത്തിൽ കാൻഡിഡേറ്റ് സിഗ്നേച്ചറാണ്. അത് ഇപ്പോഴല്ല നിങ്ങൾ ചെയ്യേണ്ടത്, അത് പരീക്ഷ ഹാളിൽ ചെന്നിട്ട് ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ 2 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ആദ്യ പേജിൽ. ഓക്കെ, ദെൻ അടുത്ത പേജിൽ ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻസ് ഫോർ കാൻഡിഡേറ്റ് ആണ്. നിങ്ങൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഒന്ന് വായിച്ചു നോക്കുക. അതിൽ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കാരണവശാലും നിങ്ങളെ ഷിഫ്റ്റിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന മുമ്പ് നിങ്ങൾ സെൻറ്ററിൽ എത്തിയിട്ടുണ്ടായിരിക്കണം. പരീക്ഷ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും, അപ്പോൾ നല്ല ട്രാഫിക് ജാം ഉണ്ടാവും. അതൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നേരത്തെ തന്നെ സെൻറ്ററിലെത്തുക. ഇനി സെൻറ്ററിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് കൊണ്ടുപോകേണ്ടത് എന്നാണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോവാം. വെള്ളം ഏറ്റുള്ള ഒരു വാട്ടർ ബോട്ടിൽ, അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. സ്റ്റീൽ പോലുള്ള സാധനങ്ങൾ കൊണ്ടുപോകരുത്. ഉള്ളു കാണാവുന്ന ഒരു വാട്ടർ ബോട്ടിലായിരിക്കണം. നമ്പർ 1. നമ്പർ 2, എ സിമ്പിൾ ട്രാൻസ്പെറൻറ്റ് ബാൾ പോയിൻ്റ് പെൻ. ഒരു ബാൾ പോയിൻ്റ് പെന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള നമ്മളെ അഡ്മിറ്റ് കാർഡ് നിർബന്ധമാണ്. Admit card downloaded from the NTA website. A clear printout on A4 size paper duly filled in.
ഡ്യൂലി ഫിൽഡ് എന്ന് പറഞ്ഞത് നമ്മൾ ആ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ ഫോട്ടോ ഒട്ടിച്ച് സെക്കൻഡ് കോളത്തിൽ തമ്പ് ഇംപ്രഷൻ ഇട്ടതാണ് ഡ്യൂലി ഫിൽഡ് ഇൻ, ആ ഡിക്ലറേഷൻ ഫിൽഡ് ചെയ്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി പിന്നെ ഒരു അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോർ പേസ്റ്റിംഗ് ഓൺ ദ അറ്റൻഡൻസ് ഷീറ്റ്. ഒരു ഫോട്ടോ നിങ്ങൾ ആൾറെഡി അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു എക്സ്ട്രാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി കൊണ്ടുപോകണം. ദെൻ ഒറിജിനൽ വാലിഡ് ID പ്രൂഫ്. നിങ്ങളെല്ലാവരും ആധാർ ആയിരിക്കും മിക്കവാറും ID പ്രൂഫായിട്ട് കരുതുന്നത്. ആധാർ കാർഡ് എടുത്തു വെക്കുക. ആധാർ കാർഡ് ആണ് ഏറ്റവും ബെസ്റ്റ്. സപ്പോസ് ആധാർ കാർഡ് ഇല്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോവാം? അപ്പോൾ പാൻ കാർഡ് കൊണ്ടുപോവാം, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, പാസ്പോർട്ട്, ആധാർ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്, ദെൻ ഈ ആധാർ, ദെൻ റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്, ക്ലാസ് 12 ബോർഡ് 12ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാം വിത്ത് ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ. ദെൻ ബാങ്കിൻ്റെ പാസ്ബുക്ക് കൊണ്ടുപോവാം. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, ആധാർ കൊണ്ടുപോവാം, പാസ്പോർട്ട് കൊണ്ടുപോവാം, പാൻ കാർഡ് കൊണ്ടുപോവാം, ഫോട്ടോഗ്രാഫോട് കൂടിയുള്ള റേഷൻ കാർഡ് കൊണ്ടുപോവാം, ക്ലാസ് 12ൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാം, ബാങ്കിൻ്റെ പാസ്ബുക്ക് കൊണ്ടുപോവാം, വോട്ടർ ID കൊണ്ടുപോവാം. ഇതൊക്കെയാണ് കൊണ്ടുപോകാൻ പറ്റാവുന്ന ID പ്രൂഫ്. നിങ്ങൾ അപ്ലിക്കേഷനിൽ കൊടുത്ത പേരുമായി അല്ലെങ്കിൽ ആ പേരുള്ള അതേ ID പ്രൂഫ് ആയിരിക്കണം, ഫോട്ടോഗ്രാഫുള്ള ID പ്രൂഫ് ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ആധാർ. ഓക്കെ. ഇനി ആധാർ പുതുക്കാൻ കൊടുത്തിട്ടുണ്ട് എന്ന് കൂട്ടുക, പക്ഷേ പഴയ ആധാർ കാർഡ് നിങ്ങൾ എടുത്തുണ്ടാവും, പേരിലൊന്നും മാറ്റമില്ല എങ്കിൽ അത് മതി. ഓക്കെ. ദെൻ candidates are not allowed to carry any other personal belongings, including electronic devices or mobile phones to the examination center. Examination officials will not be responsible for the safe keeping of personal belongings and there will be no facility. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എക്സാമിനേഷൻ ആൾക്ക് ആകെ എത്ര കൊണ്ടുപോകാൻ പാടുള്ളൂ? ഓക്കെ. നമ്പർ 1 അഡ്മിറ്റ് കാർഡ്, നമ്പർ 2 ഒരു അഡീഷണൽ ഫോട്ടോ, നമ്പർ 3 നിങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, നമ്പർ 4 ബോൾ പോയിന്റ് പെന്ന്, നിങ്ങളെ ഒറിജിനൽ ID പ്രൂഫ്. ഒറിജിനൽ ആയിരിക്കണം ID പ്രൂഫ്, കോപ്പി കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ ഇത്രയും സാധനം നിങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. വാച്ച് കൊണ്ടുപോയിക്കൂടാ, മൊബൈൽ കൊണ്ടുപോയിക്കൂടാ, അതേപോലെ തന്നെ പേഴ്സ് കൊണ്ടുപോയിക്കൂടാ, ഇതൊന്നും കൊണ്ടുപോയിക്കൂടാ. കുട്ടികൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. വാച്ച് കൊണ്ടുപോകും, പേഴ്സ് കൊണ്ടുപോകും, പൈസ കൊണ്ടുപോകും, ഇതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ബാഗിൽ പുറത്ത് അവിടെ വെക്കും. ഒരുപാട് ആൾ പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഒരു ഗ്യാരണ്ടി ഇല്ല അത് സേഫായിട്ട് അവിടെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ കൊണ്ടുപോവാതിരിക്കുക. പെൺകുട്ടികൾ ഒരു കാരണവശാലും ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ട് പോവാതിരിക്കുക. ഓക്കെ. ദെൻ duly filled admit card must be dropped in the designated drop box while leaving the examination hall or room. Failure to do so may result in non-evaluation of your answers. അതായത് നമ്മൾ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഈ അഡ്മിറ്റ് കാർഡ് അവിടെ ഒരു ഡ്രോപ്പ് ബോക്സ് ഉണ്ടാവും. അത് അവിടെ ഇടാനുള്ള ഒരു പെട്ടി ഉണ്ടാവും. ആ പെട്ടിയിൽ ഇട്ടിട്ടായിരിക്കണം നിങ്ങൾ പോരേണ്ടത്. ഒരു കാരണവശാലും അഡ്മിറ്റ് കാർഡ് പരീക്ഷ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അത് അവിടെ ഇട്ട് പോകുന്നുള്ളൂ, അതവിടെ കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ the candidate should ensure that the question paper available on the computer screen is as per is or her opted subject or medium indicated in the admit card. In case the subject or medium of the question paper is other than is or opted subject or medium, the same may be brought to the notice of the invigilator concerned. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഓൺലൈനാണോ പരീക്ഷ? അപ്പോൾ കമ്പ്യൂട്ടറിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സബ്ജക്റ്റ് അതേപോലെ തന്നെ അതിൻ്റെ മീഡിയം അതൊന്നും മാറിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അവിടെ എന്തെങ്കിലും തകരാറുണ്ട് എങ്കിൽ ആ തകരാറ് നിങ്ങൾ എത്രയും വേഗം ഇൻവിജിലേറ്ററിനെ അറിയിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ആൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ആൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക. സെക്കൻഡ് ബോക്സിൽ നിങ്ങൾ തമ്പ് ഇംപ്രഷൻ ഇടുക. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബോക്സ് അതവിടെ കാലിയായിട്ട് വെക്കുക. ഇൻവിജിലേറ്ററിൻ്റെ മുന്നിലാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത്.
കൊണ്ടുപോകേണ്ട സാധനങ്ങൾ അഡ്മിറ്റ് കാർഡ്, ഒരു എക്സ്ട്രാ ഫോട്ടോഗ്രാഫ്, ദെൻ അതുകൂടാതെ വാലിഡ് ID പ്രൂഫ്, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, ഒരു ബോൾ പോയിൻറ്റ് പെൻ, വേറൊന്നും അങ്ങോട്ട് കൊണ്ടുപോയത്. വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും എക്സാമിനേഷൻ ഹാളിലോ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഹാളിൻ്റെ പുറത്തോ വെക്കാതിരിക്കുക, അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രസ് കോഡിനെ കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. ഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഷൂസ് ഒഴിവാക്കുക, ബട്ടൺസ് ഒക്കെ ഉള്ള വലിയ ബട്ടൺസ് ഉള്ള കോട്ട് പോലെയുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക. സാധാരണത്തെ നോർമൽ ആയിട്ടുള്ള ചുരിദാറും ചുരി ബോട്ടം, ചുരി ടോപ്പ്, ഷാള് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പാൻറ്, ഷർട്ട്, ജീൻസ് ഇതൊക്കെ ആവാം. അപ്പോൾ നാളെ മുതൽ 1-ാം തീയതി വരെ എല്ലാവരും പരീക്ഷ എഴുതാൻ പോവുകയാണ്. നന്നായി പഠിച്ച് ഭംഗിയായിട്ട് പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.